പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ കോൺഗ്രസ്. ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ കോൺഗ്രസ് എത്ര സീറ്റിൽ വിജയിക്കും? UDF 102 സീറ്റുകളോടെ വലിയ വിജയം നേടിയപ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ കസേരകളി കാരണം ഒരാഴ്ച പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയാത്ത ദയനീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരാണ് വലിയ വിജയം സ്വന്തമാക്കിയപ്പോൾ പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ തെരുവിൽ കലഹിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിന്റെ ഒരുമ കേരള സമൂഹം കാണുന്നുണ്ട്. സ്വന്തം നേതാക്കളുടെ പോസ്റ്റർ കീറിയും കരിയോയിലൊഴിച്ചും പരസ്യമായ പ്രകടനങ്ങൾ നടത്തിയും സോഷ്യൽ മീഡിയയിൽ തെറിവിളി നടത്തിയും വലിയ വിജയം ആഘോഷിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ കോൺഗ്രസ് എത്ര സീറ്റിൽ വിജയിക്കുമെന്ന് ആർക്കെങ്കിലും പ്രവചിക്കാൻ കഴിയുമോ? എക്സിറ്റ് പോളുകൾക്ക് പോലും പ്രവചിക്കാൻ കഴിയില്ലെന്ന് വേണം കരുതാൻ. കാരണം ജനം നെഞ്ചിലേറ്റി വിജയം നൽകിയവരുടെ തനിക്കുണം നാട്ടുകാർ കണ്ട് മൂക്കത്ത് വിരളി വെച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ. മാത്രവുമല്ല, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പരസ്പരം പാരവെച്ച കോൺഗ്രസുകാർ തന്നെ സ്വന്തം പാർട്ടിയെ തോൽപ്പിക്കുമെന്ന് തീർച്ചയാണ്. ഈ സാഹചര്യം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ ഇന്ന് BJP മന്ത്രിസഭ അധികാരത്തിൽ വരുമായിരുന്നു. 63-ൽ ഒപ്പമുള്ള MLA-മാരെ കൂടെ കൂട്ടി വരുന്നവർക്ക് മുഖ്യമന്ത്രി സ്ഥാനവും മറ്റ് പാരിതോഷികങ്ങളും നൽകി BJP കോൺഗ്രസിനെ വിഴുങ്ങിയേനെ. മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു നിൽക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിനെ BJP വലയിലാക്കുമായിരുന്നു. കേരളമായതുകൊണ്ട് മാത്രമാണ് BJP ദേശീയ നേതൃത്വത്തിലെ ചാണക്യൻ ഈ ശ്രമങ്ങളുമായി മുന്നോട്ട് വരാതിരുന്നത്. സീനിയോറിറ്റിയും മന്ത്രിസഭയിലെ അനുഭവ സമ്പത്തുമാണ് പാർട്ടി പരിഗണിക്കുന്നതെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രിയാകേണ്ടത്. VD സതീശൻ പ്രതിപക്ഷ നേതാവായത് എങ്ങനെയെന്ന് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. മന്ത്രി എന്ന നിലയിൽ ഭരണപരിചയമുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ്. ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശിന് മുഖ്യമന്ത്രിക്ക് അപ്പുറത്തുള്ള ഒരു സ്ഥാനത്തേക്കും പരിഗണിക്കുന്നത് ശരിയായ കാര്യമല്ല. പാർട്ടി സീനിയോറിറ്റിയിലും രമേശ് തന്നെയാണ് മുന്നിൽ. AICC ജനറൽ സെക്രട്ടറി സ്ഥാനം എത്രയോ നാൾ മുമ്പ് വഹിച്ചിരുന്ന വ്യക്തിയാണ് രമേശ്. KPCCയുടെ അധ്യക്ഷനായിരുന്നതും രമേശാണെന്ന് ഓർമ്മ വേണം. ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് കണക്കാക്കുന്നതെങ്കിൽ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലെ പ്രധാനിയായ അദ്ദേഹം മുഖ്യമന്ത്രിയായി എത്തിയാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖച്ഛായ തന്നെ മാറും. 3 സീറ്റുകൾ നേടി കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന BJPയെ ചെറുക്കാൻ ശക്തനായ ഒരു നേതാവിന്റെ സാന്നിധ്യം ഇവിടെ അത്യാവശ്യമാണ്. മാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഭൂരിപക്ഷം പേരുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഫണ്ടിംഗ് നടത്തിയതും സ്ഥാനാർത്ഥി നിർണയം സുഗമമായി നടത്തിയതും KC ആണെന്ന് ഓർമ്മ വേണം. എന്നാൽ ഇത്തവണ ഭരണം പിടിച്ചത് VD സതീശന്റെ കരുനീക്കങ്ങളിലൂടെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സ്വന്തം സമുദായ നേതാവിനെ കണ്ടില്ലെങ്കിലും കാണേണ്ടവരെ കാണേണ്ട സമയത്ത് കാണേണ്ടതുപോലെ കണ്ടതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയം കോൺഗ്രസിനുണ്ടായത്. പിണറായിസത്തിനേറ്റ തിരിച്ചടിക്കുമപ്പുറം CPM-നോടൊപ്പം നിന്നിരുന്ന ന്യൂനപക്ഷത്തെ UDF പാളയത്തിലേക്ക് എത്തിച്ചത് സതീശനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായി ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി എന്നത് വ്യക്തമാണ്. സതീശൻ നടത്തിയ യാത്രയിലാണ് ഈ മലക്കം മറിച്ചിൽ സംഭവിച്ചതെന്ന് ഓർക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന ഈ 3 നേതാക്കളുടെ മെറിറ്റുകൾ വിലയിരുത്തേണ്ടതും അതിൽ ഏത് മെറിറ്റാണ് കോൺഗ്രസിന്റെ ഭാവിക്ക് വേണ്ടതെന്നും തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ്. ആ തീരുമാനം വൈകിയതാണ് ഇപ്പോഴുള്ള എല്ലാ സംഭവ വികാസങ്ങൾക്ക് കാരണം. ഇനി ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു ബാനർ കൂടി വലിച്ചു കീറുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരണമെന്ന് AICC നേതൃത്വം വ്യക്തമാക്കണം. ഇന്നോ നാളെയോ തീരുമാനമുണ്ടാകുമെന്നാണ് കേരള സമൂഹത്തെ പോലെ 140 ന്യൂസും പ്രതീക്ഷിക്കുന്നത്.